150 വർഷം പഴക്കമുള്ള ഈ പള്ളി ഇവിടെ വരാൻ കാര്യം ഹലോ, ഡെയിലി ഡോസ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു മൺട്രോ ഐലൻഡ് യാത്രയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 2 യാത്രകളിലും, അതായത് 2 വീഡിയോസിനെ ഇട്ടിട്ടുണ്ടായിരുന്നു മൺട്രോ ഐലൻഡിലേക്ക് പോയ. ആ 2 യാത്രകളിലും നമ്മൾ കാണാത്ത കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫാമിലി ട്രിപ്പാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം പോയ സെബാസ്റ്റ്യൻ ചേട്ടന്റെ ബോട്ടിലാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. കൊല്ലം ചവറ തെക്കുംഭാഗം മാമൂട്ടിൽ കടവിൽ നിന്നാണ് കേട്ടോ ഇന്നത്തെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫെബ്രുവരി 8-ാം തീയതി എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു. സോ സിസ്റ്റർ ഇൻ ലോൻ്റെ പേരൻസും ഒക്കെ ആയിട്ട് നമ്മൾ നടത്തിയൊരു ചെറിയ യാത്രയാണ് കേട്ടോ. രാമയ്യൻ തളവാണ്. അടിമകളെ കൊണ്ട് ഉപ്പും ചോറും മാത്രം കൊടുത്ത്, അടിമകളെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ജാതിയിലുള്ളവരെ കൊണ്ട് ഉപ്പും ചോറും മാത്രം കൊടുത്തുകൊണ്ട് വെട്ടിയുണ്ടാക്കിയ തോടിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകാൻ പോകുന്നത്. ഒഴുക്കിയുണ്ടാക്കിയ തോടാണ്. നിർബന്ധിത അടിമപ്പണി. അപ്പോൾ നമ്മൾ മൺട്രോ ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യം നമ്മൾ പാസ് ചെയ്യുന്നത് ഈ പാവുമ്പ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സെബാസ്റ്റ്യൻ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. അതായത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇത് സ്വയമേ വന്ന ഒരു തോടല്ല, ഇത് അടിമകളെ കൊണ്ട് നിർമ്മിപ്പിച്ചെടുത്ത, അതായത് മല വെട്ടിയുണ്ടാക്കി തോടുണ്ടാക്കി എടുത്തതാണ്. സോ അതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് അടുത്തപ്പോഴത്തേക്ക് ഒരുപാട് വേസ്റ്റുകൾ കിടപ്പുണ്ടായിരുന്നു, പിന്നെ ചാക്കുകെട്ടുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോട്ടിൽ എൻജിൻ പ്രവർത്തിപ്പിച്ചാൽ അത് കുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കഴ ഊന്നിയായിട്ടാണ് ആ ഒരു കുറച്ച് സ്ഥലം നമ്മളൊന്ന് പാസ് ചെയ്ത്. അവിടെ ഒരു തെങ്ങുമൊക്കെ താന്നിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. സോ നമ്മൾ ഊന്നിയാണ് കുറച്ച് സ്ഥലം അങ്ങോട്ട് പോയത്. ബാക്കി നമുക്ക് സ്മൂത്തായിട്ട് പോവുകയും ചെയ്യാം. നല്ല രസമാണ് അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകാനായിട്ട്. അപ്പോൾ ഇതാണ് ആ പാലം. കറക്റ്റ് 10-20 അടി ഉയരമുള്ള മലയാണ്. മല തുറന്നായതുണ്ടാക്കിയത്. നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ താഴെ കൂടി ഇങ്ങനെ പോകാൻ. നല്ല സ്ലോ ആയിട്ടാണ് ബോട്ട് പോയത്. 2 സൈഡിലും കുറച്ച് ഹോം സ്റ്റേ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ടാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ടും ഇങ്ങനെ കല്ലടുക്കി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മുരിങ്ങയിറച്ചി എന്ന് പറയും, നമ്മുടെ ഓയിസ്റ്റർ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. ഇവിടെ സൈഡിലെല്ലാം ഇരിക്കുന്ന എല്ലാം മുരിങ്ങയിറച്ചി. അതൊക്കെ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് ഇത് വന്ന് കായലോട്ട്, അഷ്ടമുടി കായലിൻ്റെ അക്കരയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്തൊക്കെ എന്താ പറയുക, തെങ്ങൊക്കെ ഇങ്ങനെ നിന്ന് ഒരു അടിപൊളി ഒരു സീനാണ് അവിടെ കാണാനായിട്ട്. അഷ്ടമുടി കായലിൻ്റെ ഏകദേശം ആഴമേറിയ ഭാഗങ്ങളാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ളത്. കടൽ പോലെ കിടക്കുകയാണ്. അവിടുത്തെ കനാൽ തോടിൽ നിന്ന് ഡയറക്റ്റ് ഒരു നൂല് പിടിച്ചാൽ ഇവിടെത്തും. ഡയറക്റ്റ് കിഴക്കാണ്. ഒരു നൂല് പിടിച്ചാൽ കണ്ട കറക്റ്റ് വളമില്ലാതെ ഓടി വന്നോ ബോട്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ചവറയിലും നീണ്ടകരയിലും ഡച്ച്, അവിടെ ഫൗണ്ടേഷൻ ആശുപത്രിയിലെ നോർവേക്കാരും എല്ലാം ഈ ഡച്ച് പള്ളി വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൺട്രോ ഐലൻഡിലുള്ള ഡച്ച് പള്ളിയാണ് കേട്ടോ. ഇതിന്റെ വാസ്തുശില്പം പ്രത്യേകതയുള്ളതാണ്. ഈ ഫ്രണ്ടിൽ കെട്ടി വെച്ചേക്കുന്നത് മാത്രം അത് പഞ്ചായത്ത് കിട്ടിയതാണ്. മറ്റേ അകത്ത് ഡച്ച് പള്ളിയിലൊന്നും തൊട്ടിട്ടില്ല. പിന്നെ അവിടെ ഒരു രൂപക്കൂടും ഭാരതരാജ്യ മാതാവിന്റെ രൂപക്കൂടുണ്ടാക്കിയതൊക്കെ ബിഷപ്പ് ഹൗസിൽ നിന്ന് പുതിയതായിട്ടുണ്ടാക്കിയത്. ഇതേതാ സ്ഥലം എന്നറിയോ? AD 1878 നിർമ്മിക്കപ്പെട്ട ഒരു ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു ഡച്ച് പള്ളിയാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. അഷ്ടമുടി കായലിന്റെ കരയിലായിട്ട് ഒരു ഡച്ച് കേരള മിക്സ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. ഇതാണോ ഒതളങ്ങ?
ഈ കാണുന്ന സാധനമാണ് ഒതളങ്ങ കേട്ടോ. ഒതളങ്ങ ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് റൈറ്റ് സൈഡിൽ പുതുതായി നിർമ്മിച്ച, അതായത് വളരെ പഴക്കമില്ലാത്ത ഒരു ഭാരതരാജ്ഞി മാതാവിൻ്റെ ഒരു രൂപക്കൂടും അതിൻ്റെ ഒരു ചെറിയൊരു ചാപ്പൽ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അതിവിടെ പേപ്പറിൽ എഴുതി മാതാവിൽ ഇട്ടേക്കുന്ന ആ മാലയിൽ കോർത്ത് മാലയായിട്ടിടാം, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി മാലയിൽ കോർത്തിടുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം, നമുക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് നടക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഒന്ന് എഴുതി അവിടെ ഇട്ട് നോക്കാം അല്ലേ. അങ്ങനെ ഞങ്ങളും പേപ്പറിൽ എഴുതി മാലയിൽ കോർത്ത് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മാതാവിനുള്ള പ്രത്യേകത എന്താണെന്ന് ഭാരത മാതാവെന്നാണ്. ഭാരത മാതാവിന്റെ താഴയില് പ്രത്യേകതയുണ്ട്. സാരി ഉടുത്ത രൂപമാണ്. ഭാരതാംബയുടെ ഒരു രൂപം പോലെ വരും. ഭാരതരാജ്ഞി എന്നുള്ളതാണ് ജെറോം പിതാവിന്റെ മനസ്സിലുദിച്ച ഒരു മാതാവിന്റെ സങ്കല്പമാണ്, ദൈവമാതാവിന്റെ സങ്കല്പമാണ്. നമ്മൾ എഴുതിയിട്ട ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം, നന്ദി പറയണമെന്നൊക്കെയാണ് കേട്ടോ. സോ അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എഴുതിയിട്ടോ, രസമാണ്, എല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടക്കുമോ നോക്കാം. നടക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. ഈ ഇവിടെ എഴുതിയിട്ടാ നടക്കുമെന്നാണ് ആണോ? പിന്നെ ഇവിടുത്തെ സംഭവം എന്താ, ഇവിടെ ഈ 150 വർഷം പഴക്കമുള്ള ഈ പള്ളി ഇവിടെ വരാൻ കാര്യം, പള്ളിക്ക് മുമ്പ് ഇവിടെ ഓലഷെഡ് ഉണ്ടായിരുന്നു, ഓലപ്പള്ളി ഉണ്ടായിരുന്നു, ഓലപ്പള്ളിയും പ്രാർത്ഥനാ സമൂഹവും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു കുരിശും അങ്ങനെയുള്ള ചെറിയ സംവിധാനങ്ങളെ ഉള്ളായിരുന്നു. പക്ഷെ നിത്യവും ബലിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ പള്ളി കെട്ടിയിട്ടിട്ടും കുറച്ച് നാളൊക്കെ അടഞ്ഞ് കിടക്കുമായിരുന്നു. ഇവിടെ പെരുന്നാൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളല്ല. ഇവിടെ പെരുന്നാൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ 4-ാം ജാതി മതസ്ഥരും കൂടി ഒന്നിച്ച് ചേർന്നാണ് ഇവിടുത്തെ പെരുന്നാൾ, മാതാവിന്റെ പെരുന്നാൾ നടത്തുന്നത്. അതേപോലെ ഇവിടെ ഒരു ഒറ്റ ക്രിസ്ത്യൻ കുടുംബം മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇത് ഔദ്യോഗികമായിട്ട് കൊല്ലം രൂപത പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു മിഷനായിട്ട് കൊടുക്കാനായിട്ട് ഏകദേശം ധാരണ ആയിട്ടുണ്ട്. ആ മിഷന്റെ കൊടുത്തു കഴിയുമ്പോൾ ഡെയിലി മാസും, ഡെയിലി ഇവിടെ പ്രേയറും, ഡെയിലി ഇവിടെ താമസവും ആളും എല്ലാം, പള്ളി തുറക്കുകയും പ്രാർത്ഥനയും എല്ലാം കാണും. പള്ളിയിൽ എപ്പോഴും ആള് കാണും. അങ്ങനെ ഒരു മിഷന് വേണ്ടി ഇത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ഡച്ച് പള്ളി. AD 1878 കേട്ടോ ഇത് നിർമ്മിക്കപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഡച്ച് കേരള മിക്സ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. ഈ പുറമേന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഡച്ച് ആർക്കിടെക്ചറാണ് കാണുന്നത്. ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ കേരള ആർക്കിടെക്ചർ, നമ്മുടെ പണ്ടത്തെ കൊട്ടാരങ്ങൾ, സ്കൂൾസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആർക്കിടെക്ചറാണ്, തറവാടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ആർക്കിടെക്ചറാണ്. പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് പള്ളിയാണെന്ന് പറയില്ല, കറക്റ്റ് ഏതോ ഒരു ചിലപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തറവാടിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തോന്നും. ആ ഒരു കർവ് രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറാണ് കേട്ടോ വരുന്നത്. പോയിന്റഡ് അല്ല, ഒരു നോർമലി നമ്മളിപ്പോൾ കാണാത്ത പണ്ട് കാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ആർക്കിടെക്ചറാണ് കേട്ടോ ഇവിടെ. അങ്ങനെ പള്ളി നമ്മൾ ചുറ്റി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പള്ളിയുടെ ബാക്കിലായിട്ട് കുറച്ച് കല്ലറകൾ കണ്ടത്. ഈ പഴയ കല്ലറക്കാരനാണ് ഈ പള്ളിക്ക് സ്ഥലം വിട്ടുകൊടുത്തത്. കുടുംബക്കാരും ഇല്ല, ഇതിന്റെ ആരും കുടുംബക്കാരും ഇല്ല. ഒരു കുടുംബമുണ്ട്, പക്ഷെ ഇവിടെ ആരും കുടുംബക്കാരും ഇല്ല. ഇപ്പോൾ പ്രാർത്ഥനകളൊന്നും നടക്കാത്തത്, പൂജകളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ പള്ളിയുടെ അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഒരു ജനാല മാത്രം നമുക്ക് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണാം, അകത്തേക്കൊന്ന് കാണാം എന്നുള്ളതേ ഉള്ളൂ. രൂപക്കൂടും ആ ഒരു ബലിപീഠം ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഇപ്പോൾ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒക്കില്ല. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പുരാതനമായൊരു ഡച്ച് പള്ളിയൊക്കെ സന്ദർശിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ മടങ്ങിയത്. ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് റെയിൽവേ ട്രാക്ക് ഉള്ളത്. നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഒരു ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ പള്ളിയൊക്കെ കണ്ടു. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടില്ലാത്ത കുറച്ച് സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്ക് ഒന്ന് ചായ കുടിക്കാനായിട്ടൊരു വളരെ പ്രത്യേകതയുള്ളൊരു സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞു. എന്താ പറയുക, ഈ കണ്ടൽ കാടുകളുടെ ഇടയ്ക്ക് തന്നെ മീൻ വളർത്തൽ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കരിമീനൊക്കെ വളർത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ചെറിയൊരു കഫേ ഉണ്ട്. നമുക്ക് ഫ്ലോട്ടിംഗ് റൂംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ചെറിയൊരു റിസോർട്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സ്നാക്സൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് കഴിച്ച് ആ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ. നമ്മൾ കായലിലൂടെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കുറേ പക്ഷിക്കൂട്ടങ്ങൾ ഇങ്ങനെ ചുറ്റി പറന്നു പോകുന്നതൊക്കെ കാണാം. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കണ്ടതിനകത്ത് വാലുപോലെ തൂങ്ങിക്കിടക്കാൻ കിടക്കുന്ന അതിന്റെ വിത്ത്. അതേപോലെ അത് തറയിൽ ഉറച്ചാണ് കിടക്കുന്നത്. സൈക്കിള് സ്ലോയിൽ ഓടിക്കുന്നതാണെങ്കിൽ സ്ലോയിൽ ഓടിക്കാനാണ് ഏറ്റവും വലിയ പാട്. സ്പീഡി പാനങ്ങ് വാങ്ങും, സ്ലോയിൽ നിയന്ത്രിച്ച് ഓടിക്കാൻ വലിയ പാടാണ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ടൽ തീരം ഫാംസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കായലാണ്, കായലിൻ്റെ നടുക്ക് കുറച്ച് വരമ്പൊക്കെ ആയിട്ട് ഇവർ കരിമീൻ കൃഷിയാണ്. അപ്പം മീൻ കൃഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വരമ്പൊക്കെ ഉണ്ടാക്കി അതിനകത്ത് മീൻ കൃഷിയും കുറച്ച് വരമ്പായിട്ടുള്ള കുറച്ച് ഭാഗത്ത് ഒരു റൂമും ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ റൂംസ് നമുക്ക് സ്റ്റേ ചെയ്യാൻ അവൈലബിൾ ആണ്. സിംഗിൾ റൂമും ഉണ്ട്, ഡബിൾ റൂമും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഒരു ചങ്ങാടം പോലെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലായിട്ട് 2 റൂംസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ 1 ഡേ ട്രിപ്പായിട്ടൊക്കെ മൺട്രോ തുരുത്തിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴി തന്നെ കായലിൻ്റെ 2 സൈഡിലായിട്ടൊക്കെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റുകൾ, റിസോർട്ടുകൾ അല്ലെ ഹോം സ്റ്റേസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇതൊക്കെ എവിടെയൊക്കെ നമുക്ക് ഒന്ന് ഫ്രഷപ്പ് ആവാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. സോ അവർ ചീപ്പായിട്ടുള്ളതും എന്നാൽ ഹൈ റേറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ബഡ്ജറ്റിനുമുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നിങ്ങൾ ചോദിക്കാൻ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. വാഷ്റൂം ഫെസിലിറ്റി മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സ്പേസസും ഉണ്ട്. നമ്മളവിടെ ചെന്നപ്പോൾ നമുക്ക് കരിമീനെയൊക്കെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്നതെല്ലാം കരിമീനാണ്. നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അവർ തീറ്റ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് എല്ലാം കൂടെ വന്നിട്ട് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതിൽ എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് നേരിട്ട് നല്ലപോലെ കാണാൻ പറ്റും. ഇതാ ഈ വള്ളത്തിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ കാണുന്നതെല്ലാം കരിമീനാണ് കേട്ടോ. അത് ആക്ച്വലി 2 കിങ് സൈസ് ബെഡും ഒരു ഡബിൾ ബെഡും 6 പേഴ്സൺ. ഇങ്ങനെയുള്ള മിക്ക റെസ്റ്റോറൻറ്റുകളിലും കരിമീൻ ഫ്രൈ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കായൽ വിഭവങ്ങളായ കൊഞ്ച്, കക്ക, മുരിങ്ങ ഇറച്ചി, അങ്ങനെയുള്ള നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവർക്ക് ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറി ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള കായൽ വിഭവങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതുമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷപ്പായിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. ഞങ്ങൾ അവിടെ എത്തിയ സമയം ഏകദേശം ഒരു ഉച്ച സമയമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ചൂടൊക്കെ പുറത്തുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊരു രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ നല്ല രസമായിരിക്കും അവിടെ ഇരിക്കാനും. പുറത്തൊക്കെ ഇരിക്കാനുള്ള സീറ്റിംഗ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മീൻ വളർത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പെഡൽ ബോട്ടുകളുണ്ട്, അതിലിങ്ങനെ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കുറച്ച് ഈ നല്ല വെയിലില്ലാത്ത സമയത്ത് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, നല്ല ചൂടാണ്. തിരിച്ച് വന്ന വഴിക്ക് എൻ്റെ പുറം
മൊത്തം നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്നവർ നല്ലപോലെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം വരാനായിട്ട്, അല്ലെങ്കിൽ പെട്ടുപോകും. ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ ടാൻ അടിക്കും കേട്ടോ. ഇവിടെ തെങ്ങ് നിന്ന സ്ഥലമല്ലേ ഇതൊക്കെ കരയായിരുന്നു. മൺട്രോത്തുരത്തിൽ എത്തിയ കഴിഞ്ഞാൽ ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ പോയില്ലെങ്കിൽ ഒരു രസമില്ല. അപ്പോൾ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കണ്ടൽ കാടിന്റെ ഇടയിലൂടെ കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ കഴ ഊന്നിയാണ് പോകുന്നത്, കാരണം അത്ര ആഴമില്ല. സോ ബോട്ടിന്, എൻജിൻ ബോട്ടുകൾക്ക് പോകാനായിട്ട് ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ അധികം ആരും പോകാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഉള്ളിലേക്ക് പോയില്ല, കുറച്ചകത്തേക്ക് പോയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. എല്ലാവരും ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾ കുറച്ച് പേരെ ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു കണ്ടലിൻ്റെ പ്രത്യേകത, വലുതായിട്ട് വേരുകൾക്ക് അത്ര ഒരു ബലമില്ല. നമ്മൾ ചിലതിലൊക്കെ ചവിട്ടുമ്പോൾ അത് ഒടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നമ്മൾ എലിഫന്റ് മാംഗ്രൂവ്സിലൊക്കെ പോയ സമയത്ത് അവിടെ നല്ല ബലത്തിലായിരുന്നല്ലോ കണ്ടലൊക്കെ നിന്ന്, നമുക്ക് ധൈര്യമായിട്ട് കയറായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു ഒടിഞ്ഞു പോകുന്നൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ അധികം അങ്ങനെ കയറിയില്ല. എന്നാലും ആ ഉച്ച സമയത്ത് അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഈ കണ്ടലിൻ്റെ അടിയിൽ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ആ ഭാഗത്തുള്ള വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. അപ്പം നിൽക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ്, ഫ്രഷ് എയർ ആണ്, നല്ലൊരു എന്താ പറയുക, നല്ല സുഖമാണ് അവിടെ നിൽക്കാനായിട്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് എന്നിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു മടങ്ങി. നമ്മൾ മടങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് ഫോറിനേഴ്സൊക്കെ ഒരു വള്ളത്തിൽ വരുന്നത് കണ്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു കരയിലായിട്ട് മാർത്തോമ ധ്യാന കേന്ദ്രം കണ്ടു കേട്ടോ. നല്ല രീതിക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. അകത്തോട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അകത്തോട്ടൊക്കെ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് കേട്ടോ അറിഞ്ഞത്. ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോയത്. നമ്മൾ ലാസ്റ്റ് ഇട്ട മൺട്രോ ഐലൻഡിലെ വീഡിയോയിൽ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് പോയ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് എലിഫന്റ് മാംഗ്രൂവ്സിൽ ഇറങ്ങുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. സോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ യാത്രയിൽ ആകെപ്പാട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ എലിഫന്റ് മാംഗ്രൂവ്സ് ആണ്. സോ അവിടെ നമുക്ക് നല്ല സേഫായിട്ട് ഇറങ്ങാം, കുട്ടികൾക്കായാലും നല്ല സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് അവിടെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മോൾക്കും ഒക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ നമ്മൾ ചെന്ന ദിവസം ഒരു സൺഡേ പബ്ലിക് ഹോളിഡേ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും റഷ് ഇല്ലായിരുന്നു. 1-2 ബോട്ടുകൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാംഗ്രൂവ്സിൻ്റെ അടിയിലോട്ട് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. ആ ഭാഗത്ത് നല്ല സുഖമാണ് നിൽക്കാനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ മുരിങ്ങോട്ടികളൊക്കെ കാണും കേട്ടോ. അപ്പോൾ കക്കയുടെയും മുരിങ്ങയുടെയൊക്കെ തോടുകൾ കാണും. അപ്പോൾ കാലിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക, കാല് വെച്ച് ഇങ്ങനെ തടഞ്ഞ് നോക്കിയിട്ട് നടക്കുക, അത്രേ ഉള്ളൂ. കുഞ്ഞു മക്കളുള്ളപ്പോൾ അത് ശ്രദ്ധിച്ച് കൊണ്ടുപോവുക. വലിയ റഷൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരുപാട് സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നത്, നമുക്ക് എന്താ പറയുക, ഫുഡ്, അതായത് അവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. സൺഡേസിലും ഹോളിഡേയ്സിലൊക്കെ റഷുള്ള ടൈമിൽ വരികയാണെങ്കിൽ വള്ളത്തിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും. അതായത് കരിക്ക് കാണാറുണ്ട്, ചിലപ്പോൾ കപ്പ, മീൻകറി, ചിലപ്പോൾ അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഐറ്റംസോ ഉപ്പിലിട്ട ഐറ്റംസ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതിനൊക്കെ നിങ്ങൾ റഷുള്ള ടൈമിൽ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ തന്നെ വരണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ മൺട്രോ ഐലൻഡിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം പോയപ്പോഴും കണ്ട സ്ഥലങ്ങളല്ല, ലാസ്റ്റ് നമ്മൾ കണ്ട സ്ഥലം മാത്രമാണ് ഒന്നുകൂടെ റിപ്പീറ്റ് പോയത്. അതെല്ലാം പുതിയ സ്ഥലങ്ങളാണ് നമ്മൾ പോയത്. അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതാ ഈ കാണുന്നത് ഞാൻ കഴിഞ്ഞ 2 യാത്രകളിൽ പോയപ്പോഴും ദൂരെ നിന്ന് കണ്ടൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ഹോം സ്റ്റേ ആണ്, ഒരു ഫ്ലോട്ടിംഗ് ഹോം സ്റ്റേ ആണ്. അപ്പോൾ അതൊന്ന് കുറച്ചുകൂടെ അടുത്ത് കാണണമെന്നുണ്ടായിരുന്നു. അപ്പം ബോട്ട് കുറച്ച് അടുപ്പിച്ച് നമുക്ക് അതൊന്ന് കാണിച്ചു തന്നു. ബാരലിന്റെ പുറത്താണ് ഈ ഒരു റൂം സ്റ്റേ ചെയ്യുന്നത്. വിൻഡോസ് ഒക്കെ, ഗ്ലാസ് വിൻഡോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നോക്കുമ്പോൾ ഒരു ബെഡും ജാക്കറ്റും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും അടുത്തിടയ്ക്കൊന്നും എടുത്തതായിട്ട് തോന്നുന്നില്ല, പൊടിയൊക്കെ അടിച്ച് കിടക്കുകയാണ്. ക്യാമറയൊക്കെ അവർ
സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരണമെങ്കിലും പോകണമെങ്കിലും വള്ളത്തിലോ ബോട്ടിലോ തന്നെ വന്ന് പോകണം. അപ്പം അതൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും കായലിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഹൗസ് ബോട്ട്സ് ഒക്കെ വരുന്നത് കണ്ടു. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴാണ്, അതുവരെ നമ്മൾ ഹൗസ് ബോട്ട്സ് ഒന്നും കണ്ടില്ലായിരുന്നു. അതുപോലെ നമ്മൾ ആ ഹൗസ് ബോട്ട്സ് വരുന്ന ഒരു സ്ഥലത്തൂടെ അല്ലായിരുന്നു പോയത്. എന്നാലും തിരിച്ചു പോകുന്ന വഴിക്ക് കുറേ ഹൗസ് ബോട്ട്സ് ഒക്കെ കണ്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മറ്റൊരു കാഴ്ചയും കൂടെ കണ്ടു. ബിഷപ്പ് ജെറോം ജനിച്ച് വളർന്ന വീട്, ഗേറ്റ് കാണുന്നില്ലേ, അതാണ് കേട്ടോ. അതിനകത്തോട്ട് കാണുന്ന വീടാണ് ബിഷപ്പ് ജെറോം ജനിച്ച് വളർന്ന വീടാണ്. അപ്പോൾ അതും നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ നേരത്തെ വന്ന അതേ വഴിയിലൂടെ തന്നെയാണ് കേട്ടോ. ആ പാവുമ്പ പാലത്തിന്റെ അടിയിൽ കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കടത്ത് അടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചവറ തെക്കുംപാവും മാമൂട്ടിൽ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതായത് നമ്മുടെ നടക്കാവ് വന്നിട്ട് അവിടുന്ന് അകത്തോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ മൺട്രോ ഐലൻഡിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതുമയുള്ള കുറച്ച് കാഴ്ചകളായിരുന്നു ഇപ്രാവശ്യം കണ്ടത്. അപ്പോൾ ഇതെല്ലാം സാധ്യമാക്കിയത് നമ്മുടെ കൂടെ വന്ന നമ്മുടെ ബോട്ടിൻ്റെ സാരഥിയായ സെബാസ്റ്റ്യൻ ചേട്ടനാണ്. സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ ബോട്ടിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ നമ്മുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻഡ് കമൻ്റായിട്ടും കൊടുത്തിരിക്കാം. അപ്പോൾ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് തിരക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.